ഇന്തോനേഷ്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് 8 താരങ്ങളാണ്. അതിൽ 5 പേരും മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാപ്റ്റൻ, അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള ഷമീം പക്സാൻ ഉൾപ്പെടെയുള്ള 5 പേരും മലയാളികളാണ്. അത് നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒപ്പം തന്നെ അടുത്ത മാസം 2-ാം തീയതി മുതൽ 13 വരെയാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്യാപ്റ്റൻ നമ്മുടെ ടീം, അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ ഏതൊക്കെ കാറ്റഗറിയിലാണ്? ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ്. അതിൽ 5 പേരും മലയാളികളായതിൽ വളരെ അഭിമാനമുണ്ട്. കൈറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ട്രഷറർ കൂടിയായിട്ടുള്ള ജയന്ത് സാറെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ആർ ജയന്ത് കുമാർ ഗുജറാത്തിയാണ്, കോഴിക്കോടിൻ്റെ മലയാളി കൂടിയാണ് ഇദ്ദേഹം. മാത്രമല്ല വൺ ഇന്ത്യ കൈറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനും കൈറ്റ് ഫെഡറേഷൻ ഇന്ത്യയുടെ സെക്രട്ടറി ജനറലുമായിട്ടുള്ള അബ്ദുള്ള മാളിയക്കൽ. അദ്ദേഹം കാലങ്ങളായിട്ട് പട്ടത്തിന് വേണ്ടിയിട്ട് 20ഓളം വർഷം ഇതിനു വേണ്ടി ത്യജിക്കുന്ന പട്ടത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ടീം മാനേജറായിട്ടുള്ള കമാൽ പ്രകാശ് ഉണ്ട്. അതേപോലെ തന്നെ കൈറ്റ് ഫ്ലയറായിട്ടുള്ള ദിൽഷാദ്, ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഹസൻ ജോഹർ, ഇത്ര പേരാണ് ഞങ്ങളുടെ സംഘത്തിലുള്ളത്. കൂടാതെ പ്രഭാത് കുമാറും അക്കിം ലുക്കുമും, അതായത് ഡൽഹിയിലുള്ള പ്ലെയറും അതേപോലെ തന്നെ ഒഡീഷ പ്ലെയറും ഗുജറാത്തി പ്ലെയറൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഏതായിരുന്നാലും ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാറ്റുരക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ആ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കപ്പ് നേടി തന്നെ വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷമുള്ള കാര്യം. അതിനുവേണ്ടിയുള്ള ശ്രമിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഒരു ലക്ഷ്യം, ഇന്ന് പുതിയ തലമുറ, ഇന്ന് രാജ്യം ലോകം ഉറ്റുനോക്കുന്നത് എയ്റോ സ്പോർട്സാണ്. ആ എയ്റോ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ട് ഇൻ്റർനാഷണൽ കാര്യം. പ്രത്യേകിച്ച് ഇന്തോനേഷ്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റിലും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി ബീച്ചുകളുള്ള, മനോഹരമായ തീരങ്ങളുള്ള, നല്ല കാറ്റ് കിട്ടുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ പട്ടം പറത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി പോകുന്നതിന് വളരെ അഭിമാനമുണ്ടെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കാനും വിജയിച്ച് വരാനും ആഗ്രഹിക്കുന്നു. അപ്പം നല്ല ടീമിനൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയത് ഗുജറാത്തിൽ നിന്നാണ് പട്ടം പറത്തൽ കേരളത്തിലെത്തിയത്. അപ്പോൾ ഗുജറാത്തി ആയിട്ടുള്ള കോഴിക്കോട് ജനിച്ചു വളർന്നിട്ടുള്ള ജയന്ത് കുമാർ തന്നെ അതിനെക്കുറിച്ച് 2 വാക്ക് പറയും. ജയന്തേട്ടൻ ഗുജറാത്തി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കാരണം കോഴിക്കോട്ടുകാരനായിട്ട് നാളേറെയായി. വളരെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഗുജറാത്തി ആണെങ്കിൽ ഞാൻ ആദ്യം ഗുജറാത്തി പറയലുണ്ട്. ഇപ്പം ഞാൻ മല്ലുവാണ്, പ്യോർ മല്ലുവാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ശരിക്കും പട്ടം പറത്തൽ ഗുജറാത്തിൻ്റെ എന്താ പറയുക ഒരു കുത്തക ആയിരുന്നു. ആ കുത്തക ഇയാൾ മാറ്റിയെടുത്താണ് നമ്മളെ അബ്ദുള്ള മലൈക്കൽ. കാരണം ഇത്ര പരിപാടികൾ കൊല്ലം മുഴുവൻ നടക്കുന്ന കോഴിക്കോട് മാത്രമേ ഉള്ളൂ, ഗുജറാത്തിൽ വരെ നടക്കില്ല. അപ്പം ഞാൻ അവിടുത്തെ ആളും ഇവിടുത്തെ ആളായിട്ട് എനിക്ക് അഭിമാനിക്കാം. കാരണം ഇവരെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, 17 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിലേക്കാണ് നമ്മുടെ ടീം യാത്രയാവുന്നത്. അവർക്ക് എല്ലാ ആശംസകളും നേരാം. കോഴിക്കോട് നിന്ന് ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.